ഉത്സവം എന്താ പൊട്ടിക്കാനായിട്ട് ബലൂൺ ഇല്ലെങ്കിൽ എന്ത് ഉത്സവം? കറക്റ്റ് അല്ലേ? അല്ലാതെ ചെലവ് ചുരുക്കലല്ല. അല്ലല്ല, പിന്നെ ഇത്ര 20 രൂപയ്ക്ക് കാര്യം തീരുമല്ലോ. യു നോ ദിസ് ഇസ് 4 പഞ്ചറായ വണ്ടിയുടെ ടയർ എടുത്ത് വെച്ച്. ഹലോ, ഇത് തേക്കാണ്. തേക്ക് കൊണ്ട് ഉണ്ടാക്കിയ പ്രോപ്പർട്ടിയാ. അതിന്റെ അടിയിൽ ട്യൂബും. പിന്നെ ഈ ട്യൂബ് കണ്ടിട്ട് മനസ്സിലായില്ലേ? ആ കുട്ടമ്പുഴയുടെ ഫ്ലൈവുഡ് കട്ടിലാണ് ഈ കിടക്കണത്. ഇത് തേക്കാണെങ്കിലും ഈ സാധനം കൊണ്ടുവന്ന് വെച്ചാൽ ഞങ്ങളെ തേക്കാനാന്ന് ഞങ്ങൾക്കറിയാം. അത് മനസ്സിലായല്ലോ അല്ലേ? നമ്മളെന്തായാലും കുറച്ചു നേരം ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ തുടങ്ങിയപ്പോ തന്നെ വെട്ടുകേക്കും കട്ടൻ ചായ. ലക്ഷ്മി, രാജമാണിക്യത്തിന്റെ ഡ്രസ് വിട്ടിട്ട് ഉച്ച വരെ മോഹൻലാലും, ഉച്ചയ്ക്ക് തന്നെ എസ് സൂര്യ നോക്കിയത്. ഈ ഒരു ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും റിമി ടോമിയുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് കാണാം. അല്ല, നമ്മുടെ ശ്രീകണ്ഠൻ സാറിന്റെ 1 കോടിയിൽ വന്നപ്പോ മറ്റാരും അറിയാത്തൊരു രഹസ്യം ചേച്ചി പറഞ്ഞു. ചേച്ചിയെ കൺസേൺ ഉള്ളതുകൊണ്ട് ഞാനത് ഒന്നും കൂടെ ക്ലാരിഫൈ. ഒരു 3-4 മാസം മുമ്പായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ആവശ്യത്തിൽ ഇത്രയും പേര് കൈ അടിച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ജിമ്മിൽ പോയിരിക്കുന്ന ആൺപിള്ളേർക്കാനും പെൺപിള്ളേർക്കും വരുന്ന ചെറിയൊരു അഹങ്കാരം വരും. നമ്മൾ എന്ത് സാധനവും കിട്ടുമ്പോൾ ഇത് നമ്മളെ കൊണ്ട് എടുത്തു വെക്കാൻ പറ്റുമോ എന്നൊരു ഇത് വരും. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അറ്റത്തിരിക്കുന്ന ചേട്ടൻ 2 ദിവസത്തിലും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഒരു 3-4 മാസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ലക്ഷ്മി പറയുന്നതിന് മുൻപ് ഞാൻ അവിടെ വന്നിട്ട് അതിന് മുമ്പേ വന്ന് നോബീനെ എടുത്ത് 2 കറക്കിയെന്ന്. അങ്ങനെ ഈ അഹങ്കാരം കാരണം ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 പേരെ അറിയാലോ. പേരിങ്ങി പറഞ്ഞ് വീണ്ടും പബ്ലിസിറ്റി അവർക്ക് കൊടുക്കണ്ട. അവരിപ്പോ ഉദ്ഘാടനത്തിലൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അതായത് ചേച്ചിയുടെ 2 മേക്കപ്പ് ആർട്ടിസ്റ്റിനെ എടുത്ത് പൊക്കി താഴെ വെച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ പിറ്റേ ദിവസം എനിക്ക് ആശുപത്രി പോകേണ്ടി വന്നു. ഇപ്പൊ ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിരന്തരം വിളിക്കാത്തവരും കൂടെ വിളിച്ചിട്ട് റിമി ഞങ്ങൾ പ്രാർത്ഥിക്കാട്ടോ എന്നൊക്കെ പറയണേ. ഞാൻ പറഞ്ഞ അയ്യോ എന്ത് പറ്റി? പിന്നെ അവർക്ക് പറയാനൊരു വിഷമം, നമ്മൾ ഹോസ്പിറ്റലിലാണോ എന്നൊക്കെ ചോദിക്കാനൊരു മടിയായിട്ടെ എൻ്റെ അകന്ന ബന്ധുക്കളെയും ഇതുവരെയും വിളിക്കാത്ത ആൾക്കാരൊക്കെ വേറെ ആൾക്കാരെയൊക്കെ വിളിച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ പോലും പേടിച്ചു. ഈ ന്യൂസ് കാണുമ്പോഴത്തേക്കും അത്യാസന്ന നിലയിലാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ റിമിക്ക് വേണ്ടി, തീരെ വയ്യ. റിമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ഞെട്ടിപ്പോവും. പരിതാപകരം, വളരെ കഷ്ടം തന്നെ. ഗായിക്ക് സംഭവിച്ചു നിങ്ങൾ എന്താണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു. ആരാധകർ പിന്നെ ചേട്ടൻ വായിക്കേണ്ട വേദന ഡമ്പൽ അടിച്ചിട്ടല്ല, ഫുഡ് അടിച്ചിട്ട്. അത് മാത്രല്ല ഈ കോർട്ടില് ജിമ്മിൽ പോകുന്ന ഒരാളാണിത്. വയറിന് മാത്രമേ കളിയുന്നുള്ളൂ. വയറിന് കളിക്കുന്ന ആളാ വിളി. ശരി, അപ്പൊ ദൈവം സഹായിച്ച് എന്നെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു അവർക്ക് എല്ലാരോടും വിളിച്ച് പറയാൻ പറ്റാത്തോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, ഇനി അങ്ങോട്ടും കുഴപ്പം വരുത്തരുതേ ദൈവമേ, കാത്തോളേ. തീർച്ചയായിട്ടും. കാരണം 1 കോടിയിൽ പറഞ്ഞതിന്റെ ഒരു ക്ലാരിഫിക്കേഷനും കൂടിയാണ് പ്രേക്ഷകരെ പേടിച്ചപ്പോ അല്ലെ. ഒന്നും സംഭവിച്ചിട്ടില്ല. നൗ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ പോട്ടെ. അപ്പൊ ഇനി നമ്മളൊരു ഗെയിമിലേക്ക് പോകാൻ പോവാണ്. ഉത്സവമായിട്ട് ഒരു കിടിലൻ ഗെയിമാണ്. മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഉർലോ കുർലോ. ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണ്ടേന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ അർത്ഥം പറക്കി എടുക്കാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? പറക്കി. കറക്റ്റ്. എന്റെ മൂത്തോക്കിട്ടാണോ പറഞ്ഞേ? അല്ലല്ലേ? ഓക്കെ. അപ്പോ എങ്ങനെ ഗെയിം കളിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ടീമിൽ നിന്ന് ഒരാൾ വരുന്നു, ഈ ടീമിൽ നിന്ന് ഒരാളും വരും. നിങ്ങൾ എന്ത് ചെയ്യണം? മിഥുനത്തിൽ ഉർവശി ചേച്ചി നമ്മൾ പായയിൽ കൊണ്ടുപോയ പോലെ നിങ്ങൾ ആ ക്യാനിന്റെ ഉള്ളിൽ കയറി കിടക്കണം. ഓക്കെ. അതിനുശേഷം എന്തെങ്കിലും ഒരു വഴിപാട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശയനപ്രദക്ഷിണാണെന്ന് വിചാരിച്ചിട്ട് ഉർലോ 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 അങ്ങനെ ഉരുണ്ടോണ്ടേയിരിക്കണം. എന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം എന്ത് ചെയ്യണം? തിരിച്ച് ആ പോകുന്ന വഴിയിൽ എല്ലാ ബലൂണും പൊട്ടിക്കാനായിട്ട് നോക്കണേ. തിരിച്ച് അതേപടി നിങ്ങൾ ഇങ്ങോട്ട് വരണം. വന്നതിന് ശേഷം നമ്മൾ താഴെ നിന്ന് ഇവിടെ ചിലർക്ക് ഉരുളാൻ പറ്റില്ല, വയറി കുത്തിച്ചാടി മതിയോ? അത് ഇവിടെ ചെയ്യാം. ഞങ്ങളുടെ 2 ടീമിന്റെ ടീം ലീഡേഴ്സ് ഇതിന്റെ അകത്ത് കയറില്ല, അതുകൊണ്ട് ഡ്രം ഒന്ന് മാറ്റി തരണം. ഫിറ്റ് ആവില്ല. ശരി, അപ്പോ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ഉരുണ്ട് പോയി, അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് കുർലോ തിരിച്ചു വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? തിരിച്ചു വരണം. ഇതിനകത്ത് തന്നെയാണോ തിരിച്ചു വരുന്നത്? ഇതിലല്ല, അങ്ങോട്ട് പോയ പോലെ ഇതിന്റെ വണ്ടിക്കാശ് ലക്ഷ്മി കൊടുക്കുമോ? അവിടെ ചെല്ലുമ്പോ ഒരു ആട്ടോ വരും, പച്ച കളർ. ലക്ഷ്മി, പ്രേക്ഷകരുടെ ഒരു ചോദ്യം, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ചോട്ടാ മുമ്പ് എപ്പോഴാണെന്ന്? ഇപ്പോഴാണ് കറക്റ്റ് വാവാന്ന് മാച്ചിങ് ആവണേ. യു ലുക്ക് സോ അവിടെ എന്റെ മൈക്കില് സോ ക്യൂട്ട് ബേബിന്ന്. നിങ്ങൾ ആരുടെ ഫാൻസാണ്? ആരുടെ?
ഒരു മിനിറ്റ്. ഒരാൾക്ക് സ്പോട്ടിൽ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബിനീഷ് ബാസിന്റെ ഹൃദയം ഉരുകിക്കൊണ്ടിരിക്കുക. വെറും ഭാവയല്ല, പോത്തൻ ഭാവ. എനിക്ക് ഫാൻസ് വേണ്ട, ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ടല്ലോ. പാന്റ് ഇട്ടിട്ടുണ്ടെന്ന്. ഇതെങ്ങനെ സോപ്പിട്ടെടുത്ത് ബ്രേക്ക് ടൈമിൽ വന്നിരുന്നോ? സെൽഫി എടുക്കാൻ സമയത്ത് പറഞ്ഞു. ഈ ബ്രേക്ക് എന്ത് പറഞ്ഞു? ഒരു മിനിറ്റ്. സെൽഫി എടുക്കാനായിട്ട് നിങ്ങൾ ചെന്നു. അപ്പൊ എന്ത് പറഞ്ഞു? അതാണ് അറിയേണ്ടത്. ഹായ് ഹായ്. അപ്പൊ എന്ത് പറഞ്ഞു? ഫാൻസ് ആണ് അറിയാൻ പറഞ്ഞു. ഫാൻസ് ആണെന്ന് പറയാൻ പറഞ്ഞു. അവര് ഫാൻസാ, എന്റെ ഫാൻസാന്ന് പറഞ്ഞപ്പോ അത് ഫ്ലോറിൽ പറയണമെന്ന് ഞാൻ പറഞ്ഞേ. നിന്റെ അടുത്ത് വന്നെങ്കിൽ ഇങ്ങനെ വരണം. അങ്ങനെയില്ല, വയറെന്ന് പറയട്ടെ. എന്റെ ഫാൻസ് ആന്ന് പറയാന് നീ എന്ത് ചെയ്തിട്ടുണ്ട്? ചേട്ടൻ ആദ്യം ഒരു ഫാൻ ഇടുക, എന്നിട്ട് ഫാൻസിനെ കുറിച്ച് ഫാൻഡോ ഇത് വെട്ടുകേക്ക് ഏറ്റു. ആ പാവപ്പെട്ട പിള്ളേർക്ക് വെട്ടുകേക്ക് കൊടുത്തപ്പോൾ വശത്താക്കി. ഞാൻ പറയട്ടെ, ബ്രേക്ക് സമയത്ത് ഇവിടെ എല്ലാവരും തൊഴിൽ നോക്കാതെ ഫോണും നോക്കിയിരുന്ന് കണ്ട പെമ്പിള്ളേരും വായിൽ നോക്കിയിരുന്ന് ഇങ്ങനെ ഫാൻസ് ഉണ്ടാവൂല. ആ സമയത്ത് ഈ വരുന്ന ഓഡിയൻസിനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, വിശേഷങ്ങൾ പങ്കിടുക. അവരിന്ന് വരുന്ന ആൾക്കാർ നാളെ വരുന്നില്ല, അവരോട് സംസാരിച്ച് അവരുടെ കുടുംബവിശേഷങ്ങളൊക്കെ ചോദിക്കുക. അവർ ഞങ്ങളുടെ പിള്ളേരാണത്. അതൊന്നല്ല. എടാ, കഴിഞ്ഞ ആഴ്ച ആ വൃദ്ധസേനത്തിൽ നിന്ന് വന്ന അമ്മച്ചിമാരെടുത്ത് അപ്പന്മാരെടുത്ത് നീ ഒരു വാക്ക് സുഖമാണ് അമ്മച്ചി എന്ന് പോലും ചോദിച്ചാടാ. അത് നിങ്ങളുടെ സെക്ഷൻ. ഏത് ഒരു സുഖമാണെന്ന്. എടാ, ഒരു വയസ്സായ അമ്മച്ചി എടുത്ത് എന്തെങ്കിലും അമ്മ എന്തെങ്കിലും കഴിച്ചാന്ന് വെച്ചാൽ ഈ 18 വയസ്സായ പിള്ളേരുടെ അടുത്ത് ഫോട്ടോ നിങ്ങളുടെ എടാ നീ ഇവന്റെ സ്കിറ്റും വരാനുണ്ട്. ചോട്ടാ മുമ്പേ വരുമല്ലോ, അപ്പോഴും ഇവര് തന്നെ ഇത് പറയണം. ഒന്നില്ലെന്നില്ലേ, ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ആ പച്ച ഷാൾട്ട കൊച്ചിന്റെ പേര് പറ. റസിയ. നാളെ നോക്കി അത് പച്ച കുത്തിക്കൊണ്ട് തുടങ്ങുവാൻ. കഴിഞ്ഞ ആഴ്ചയില് ഒരു അമ്മൂമ്മ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തില്ലെന്ന് പറഞ്ഞ് നോബിച്ചാനായിട്ട് പിണങ്ങി പോയതാ. അപ്പൊ ആ വിഷമമില്ലായിരിക്കും വൃദ്ധസ്ഥാനത്തിൽ നിന്ന് വന്ന കാര്യം പറഞ്ഞു. ഞാൻ എന്റെ പിള്ളേരെ കുറിച്ച് സംസാരിച്ചു. ഫാൻസ് ആണ് അവര്. എന്നോട് വന്നപ്പോ തന്നെ പറഞ്ഞു, നിങ്ങൾ നല്ല ഇതാണ്, നിങ്ങൾ വാ തുറന്ന് എന്തെങ്കിലും പറയാന്ന്. എന്തായാലും വന്നിട്ടുള്ള ഓഡിയൻസ് പൊള്ളിയാണ് കേട്ടോ. നിങ്ങൾ എവിടുന്നാ വരണേ? നിലമ്പൂരിന്നാ വരണേ. എന്താ ചെയ്യണേ? നിലമ്പൂർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? അവര് കാണാൻ വന്നല്ലേ? അങ്ങനല്ല, അവര് കണ്ട് അനുഭവിക്കട്ടെ. ഈ നിലമ്പൂരും നമ്മളും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ലോകത്ത് ഏറ്റവും പഴക്കം ചെന്ന തേക്ക് നിലമ്പൂർ ഏറ്റവും പഴക്കം ചെന്ന കോമഡി ഇവിടെയാണ്. അതിനും അവര് ചിരിച്ചിട്ട് ആ ശോകമായ മ്യൂസിക്. ഈ ഫ്ലോറിൽ ഇന്ന് വന്നേക്കണല്ലേ ഏറ്റവും പഴക്കം ചേർന്നാണ് ഈ പുള്ളി. പഴക്കം എന്ന് മീൻസ് സീനിയർ ആണ് പഴക്കം ചെന്നല്ലേ. അപ്പൊ ഓഡിയൻസിലാണ് സംസാരിക്കുക. ലൈക്ക് എന്താ ചെയ്യണേ നിങ്ങള്? ഞങ്ങളിപ്പോ സുമേഷ് ഫാൻസിന്റെ അസോസിയേഷനിൽ ഞങ്ങള് മെമ്പർഷിപ്പ് എടുത്തു. നിലമ്പൂർ കരുളായി എന്ന് പറയുന്ന സ്ഥലത്തുള്ള +1 +2 സ്റ്റുഡൻസിന്റെ ഒരു കോച്ചിങ് സെന്റർ ആണ്. അടിപൊളി. ആ സെന്ററിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. നൈസ്, അടിപൊളി കേട്ടോ. അതല്ല, ഈ കൂട്ടത്തിൽ +2 പഠിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ. അതല്ല, +2 പഠിച്ച് പൊട്ടിയത്. അതുകൊണ്ടാണ് കോച്ചിങ് സെന്റർ ഇനിയെങ്കിലും പറഞ്ഞെടുത്തത്. അല്ലല്ല, ഈ വർഷത്തെ ഓണാഘോഷത്തിന് ഇവൻ ഫ്രീ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഇത്ര കയ്യടി. ഒരു ഇതുമില്ല. സുമേഷേ, നീ +2 ആണെങ്കിലേ എന്റെ കൂട്ടുകാരൻ തമിഴമ്മയാണ്. അപ്പൊ കോച്ചിങ് സെന്ററിലെ 11th and 12th സ്റ്റുഡൻസ് ആണ് അല്ലേ? ഇതിലൊരു റെഡ് ടീഷർട്ട് ഇട്ട ഒരു കുട്ടിന് സ്റ്റാർ മാജിക്കിൽ വന്നപ്പോ മുതൽ വലിയ ആഗ്രഹം. എനിക്ക് ഒരു സെക്കൻഡ് പോലും അവൻ സ്വൈരം തന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പിസോഡിൽ പറയാം. എപ്പിസോഡിൽ അത് റിം ചേച്ചിയുടെ അടുത്ത് പറഞ്ഞോന്ന് എനിക്കറിയില്ല കേട്ടോ. ഡബിൾ ലോട്ടറി ആവാൻ പോവാന്ന്. അവന് ഫോട്ടോ അല്ല എടുക്കണ്ടേ, അവന്റെ പ്രൊഫൈലില് നമ്മളെല്ലാവരും അവനെ ഒന്ന് ഫോളോ ചെയ്യണം. അത്രേ ഉള്ളൂ ആഗ്രഹം. മോനെ കുട്ടാ, ആ പേരെന്ന് പറഞ്ഞോളൂ. കോടിക്കണക്കിന് ആൾക്കാർ കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ നാണായോ? എല്ലാരും ഫോളോ ചെയ്യട്ടെ. എടാ മോനെ, ഞങ്ങളൊക്കെ പറഞ്ഞാ അറിയോ, ഞങ്ങളെ ഒന്നും ഫോളോ ചെയ്യില്ലെന്നാ പറയണേ. കോൺഫിഡന്റ് ആയിട്ട്. എന്റെ പേര് സിനാദ്. പറ. ഞാൻ പഠിക്കുന്നത് +1. നന്നായി പഠിക്കോ? ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോട്ടോ ഇടും? അങ്ങനെയൊന്നുമില്ല. ഫോളോ ചെയ്യണവർക്ക് ഇതൊക്കെ അറിയണ്ടേ? ദിവസം കണക്കിന് കോഴി എത്ര മുട്ടയിടും എന്നൊക്കെ ചോദിക്കുമ്പോഴാണല്ലോ. ശരി, പ്രൊഫൈൽ പറയൂ. മോനെ പേര് പറയടാ. SINAD _VK. സൈനേടോ? SINAD സിനാദ് _ പ്രത്യേകം ഉണ്ട് VK. ഇതാണ് പ്രൊഫൈല്. ഒന്ന് ഫോളോ ചെയ്യണം. അതും കൂടെ പറഞ്ഞോളൂ. ഒന്ന് ഫോളോ ചെയ്യണം പ്ലീസ്.
നിന്നെ ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാം. അപ്പൊ നീ പറഞ്ഞിട്ട് നിന്റെ കൂടെ പഠിക്കണ എല്ലായിടത്തും ഇവിടെ പൊള്ളാച്ചി ജംബുലിംഗത്തിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം. നമുക്ക് ശശൂസ് എന്റർടൈൻമെന്റ്. ഞങ്ങളുടെ ബിനിച്ചേട്ടൻ ഐഡിയ ചേട്ടാ. എനിക്ക് ഐഡിയ അല്ലേ, എയർടെല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സുമയുടെ ഫാൻസ് ആണോ സ്റ്റാർ മാജിക്കിന്റെ ഫാൻസ് ആണോ? അയ്യേ അവിടെ നശിച്ചു ലക്ഷ്മി പോയി. ഇത് ഇവിടെ കേക്ക് ഇവിടെ ആരുടെ ആരുടെ? എടാ മോനെ അല്ല അല്ല മേശ വെട്ടുകാക്കിന്റെ പവർ തീർത്തടാ. അല്ല ഇത്രയും വലിയൊരു ഫാന് ഞാൻ ഇങ്ങനെ ഇതല്ലേ എന്ത് ചെയ്യണം? ഞാൻ അവിടെ ഡാൻസും പാട്ടും പഠിച്ചോണ്ടിരുന്നപ്പോ എന്നെ ശല്യപ്പെടുത്തി ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തി എന്റെ ഡാൻസും തെറ്റിച്ച നീ ഇപ്പൊ ആരുടെ ഫാനല്ലേ? ഇത്രയും പോരെ? എടാ മോനെ, അത് സാറാണ് കേട്ടോ അവരുടെ കോച്ചിങ് ക്ലാസ്സിലെ. എനിക്ക് അങ്ങനെ ഇല്ല, എന്റെ കൊച്ചനുജനല്ലേ. അല്ലാന്ന് ആ ഒരു വൈബ് പറഞ്ഞതാ. ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് റിമി ചേച്ചി വരെ പോയി പിള്ളേരെ കാലും കൈയും പിടിച്ച്. ആ പിള്ളേർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സാറാണത്. എടാ മോനെ എന്നവനാ. എനിക്കതല്ല ഇവൻ പറഞ്ഞേട്ടാ, ഞാൻ ഡാൻസ് കളിച്ചോണ്ടപ്പോ നിങ്ങളൊന്ന് ശല്യപ്പെടുത്തിയെന്ന്. ആ ഓഡിയൻസിന്റെ ഇടയിൽ റിഹേഴ്സലിന്റെ എന്തിന്റെ അടുത്ത് ആരാടാ പറഞ്ഞത്? അല്ല, എന്റെ ഉരുളോ പറഞ്ഞോട്ടെ. അപ്പോ നമ്മളിങ്ങനെ ഉരുളോ ആയിട്ട് ഇങ്ങനെ പോയിട്ട് കുർലോ ആയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഭൂമിയിൽ നിന്ന് എടുത്ത് നമ്മൾ ചാടി ഇതിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പതുക്കെ ഇരുന്നിട്ട് ബലൂൺ പൊട്ടിക്കണം. വീണ്ടും നമ്മൾ ചാടുന്നു, ഇരിക്കുന്നു, ബലൂൺ പൊട്ടിക്കുന്നു. അങ്ങനെ നമ്മൾ ചാടി ബലൂൺ പൊട്ടിച്ച് ഏറ്റവും അറ്റത്തേക്ക് വന്നതിന് ശേഷം ഓർമ്മകൾ ഇവർക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഈ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ പോകുമ്പോ, ചേട്ടന്മാര് പോകുമ്പോ പെൺകുട്ടികൾ ഇങ്ങനെ കൊടയും ചോറ്റും പാത്രമൊക്കെ പിടിച്ചിങ്ങനെ പോകുമ്പോ ഇങ്ങനെ റോക്കറ്റ് വിടുന്ന ചരിത്രമില്ലേ? അങ്ങനെ കുറച്ച് റോക്കറ്റുകൾ നമ്മൾ ആ ബൗളിൽ അവിടെ വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ റോക്കറ്റ് വിട്ടാലും മീൻകാരി ചേച്ചിയുടെ ഇതിനകത്ത് വീഴും. ഇപ്പൊ എവിടേക്കാ വീഴുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ലക്ഷ്യം ആ ബലൂണാണ്. ആ ബലൂൺസ് എല്ലാം റോക്കറ്റ് വിട്ട് നമ്മൾ പൊട്ടിക്കണം. പക്ഷേ നിങ്ങളുടെ പണ്ടത്തെ ആ ഒരു കഴിവ് പുറത്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം കംപ്ലീറ്റ് എന്നാ ഞങ്ങളുടെ ടീമും ജയിക്കൂ നോക്കാം. സോ ഏറ്റവും ആദ്യം കംപ്ലീറ്റ്ലി ബലൂൺ പൊട്ടിക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഗെയിം. ദിസ് ഈസ് ഉർലോ കുർലോ. Okay, so let's get started. Urlo Kurlo, countdown, please. കേറ്. അങ്ങനെയല്ല പോവല്ലേ? കൊണ്ടു അവിടെ നിന്ന് പോവല്ലേ? ബാക്കിൽ വെച്ചോടാ. പൊയ്ക്കോ അങ്ങോട്ടല്ല. ഒട്ടിച്ചോടാ. ഇവിടെ ഒട്ടിച്ചോടാ. എവിടെയാടാ? അവിടെ ഒട്ടിച്ചോടാ. ഇവിടെ പൊട്ടിക്കാണ്ട് അണ്ണാച്ചി വലിയ പാട ബാലൻസ് ചെയ്തിട്ട് പതിയെ കയറും. ഫ്രണ്ടിലേക്ക് നിൽക്കുക. Nice. അതെന്നാ ഇതെങ്ങനെയാ ഈ മാജിക്? എന്താ ഇതെന്താ മാജിക്? ഇനി മുട്ട ഈ കൊച്ചു തെറിച്ചു പോവാണേ. അതിന് ഇരിക്ക്. നീ ഇരിയാതില്ല. ഇവിടെ പൊട്ടിയിട്ടില്ല. ഇരിക്കാൻ പുറത്തിരുന്നോ? കമോൺ വേഗം. എറി.
മാറിന്നോട്ടോ. റിനിമോൾ, അയ്യോ, അകത്ത് കയറി. അയ്യേ കൈ ഇങ്ങനെ ആക്കണ്ട, കൈ ഇങ്ങനെ ഇട്, ഇങ്ങനെ ഇട്. ഉമ്മ മുകളിലേക്ക് ഇറങ്ങി, മുകളിലേക്ക്. ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, ഏറ്റവും കൂടുതൽ ഇവിടെ കൊള്ളിച്ചാക്ക പ്രൈസ് കൊടുത്താലോ? വെരി ഗുഡ്. ടൈ ടൈ ടൈ. റിനി. 1-1 നിൽക്കുന്നേ. അറിഞ്ഞാ മാത്രം പോരാ. റിനിമോൾ എൻ്റെ. Come on. സൂചി, സൂചി, Good job, സൂചി. എറിയല്, എറിയല്, എറിയല്. എറിയല്ലേ ജമ്പുലിക്കത്തിന്റെ three. എന്നാ പതുക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് എറിഞ്ഞാൽ വെക്കുന്നു. 4 points. വെണ്ടി. 5. പെറുക്കി കൊടുക്കാൻ പറ്റുമോ? ആ അർദ്ധനെ ഉള്ളു, അർദ്ധനെ. വെരി ഗുഡ്. അത് ഞങ്ങൾക്കറിയാം, ലക്ഷ്യമല്ല മാർഗവും. വെരി ഗുഡ്. അടിച്ചു കയറി വാ. കോൺസെൻട്രേറ്റ്. ഓ നൈസ്. 10 കയറി കാല ഫൗള് വരും. ഓ, ഈ എറിയാൻ അറിയാത്തവർക്കാണ് വടി കൊടുക്കും. ആ അത് തന്നെ. പോടാ. നിങ്ങളുടെ ടീമിന്റെ അടുത്ത് പോ. റിനിമോൾ എൻ്റെ റിനിമോൾ. സൂപ്പർ. ടീമേ ഇങ്ങോട്ട് വരൂ. റിനി ഇങ്ങോട്ട് വരൂ. ടീം ഒരു മന്ത്രം ജപിച്ചു. ആ മന്ത്രം ജപിച്ചപ്പോഴാണ് ലാസ്റ്റത്തെ റോക്കറ്റ് അത് കറക്റ്റ് ആയിട്ട് പൊട്ടിയത്. എന്താ ടീം പറഞ്ഞേ? റിനിമോൾ എൻ്റെ റിനിമോൾ. അത് പറഞ്ഞതും സംഗതി പൊട്ടി. ഇതെങ്ങനെ സാധിച്ചു? അപ്പൊ നുണ പറഞ്ഞാലും ഇങ്ങനെ പൊട്ടു അല്ലേ? ഞാനല്ല കൂടെ ഇരിക്കണത്. റിനി യൂസ് ചെയ്ത ടെക്നിക്ക് എന്തായിരുന്നു? ടീമിന്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ജയിച്ചു പോയി. ടീം മാത്രല്ല ഫുൾ ടീം. ടീം പെട്ടെന്നേ എല്ലാ ഏട്ടനുള്ളത് കൊണ്ടാ എന്ന് ആ വിചാരിച്ചു. ടീമിന്റെ സപ്പോർട്ടും കൊണ്ട് പറഞ്ഞപ്പോ പുള്ളി ചീപ്പൊടിയുന്നു. അങ്കിത നന്നായിട്ട് കളിച്ചുട്ടോ. കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് എന്താ പറയാ ആ ടൈമിന്റെ ഒരു 3 അല്ല ലക്ഷ്മി, കോൺസെൻട്രേഷൻ മാത്രം പോരാ. ഇപ്പൊ നമ്മളോട് ചോദിച്ചാൽ നമുക്കൊക്കെ ആണെങ്കിൽ ഇത് കളിക്കാൻ ഒരു മടി വരും. കാരണം ബോൾ പൊട്ടിക്കുന്നതൊക്കെ ഒരു പെൺകുട്ടികൾ എന്ന രീതിയിൽ നമുക്കൊരു ചമ്മൽ വരും. പക്ഷെ നമ്മൾ ഗെയിം ആയിട്ട് എടുക്കുക. ആൺകുട്ടി എന്നോ പെൺകുട്ടി എന്നല്ല, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതൊന്നും നോക്കാതെ ഞാൻ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു. ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ഇരിക്കട്ടെ എന്റെ വക ഒരു ചക്കര ഉമ്മ. പിടിച്ചോളൂ. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഞാനും ഇരിക്കട്ടെ. അതല്ല ഇപ്പോഴല്ല, അതിന്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാം, കിടക്കാം, എണീറ്റോളൂ, അടുത്ത കളിക്കാം. ശരി, അപ്പൊ എന്തായാലും ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ജയിച്ചത് റിനിയുടെ ടീമാണ്. റിനിയുടെ ടീം അത് മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. റിനിയും റിനിയുടെ അംഗങ്ങളുമാണ്. So that means good job റിനി. Congratulations. ലക്ഷ്മി, ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഇതിന്ന് ഒരു മോചനം ഇല്ലല്ലോ. അങ്ങനെ മോചനം വേണ്ട, നന്നായിട്ട് അടി കൊണ്ടിട്ട് നീ കാശ് കൊടുത്തിട്ട് പോയാ മതി. പിന്നല്ലാതെ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഉരുളോ ടീമേ സ്റ്റാർട്ട് ചെയ്യാം. അമീൻ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറൈറ്റ്, കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അകത്തോട്ട് തല വെച്ച് തരാൻ പോകുന്ന അമീൻ അമീൻ ഉള്ളില് രണ്ട് ഇഞ്ചക്ഷൻ ഇറക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവന് തല ഇറക്കമുള്ളതാ. അവിടെ വെച്ചുകൊണ്ട് ഇത് എവിടെ കൊണ്ടുപോകണു? അത് തന്നെ മോനെ 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 അവിടെ ഒന്നും ആയിട്ടില്ല. അവിടെ തൊട്ടിര്. അത് നോക്കി പൊട്ടിക്കണം. കാരണം അവിടെ താമസം വരും കേട്ടോ. അവിടെ താമസം വരും. ഒന്ന് ഹീറോയിസത്തിനൊന്ന് വെയിറ്റ് ചെയ്യ്. വേണ്ട, നീ ഒന്നും പറഞ്ഞ് കേൾക്കാതെ ചെയ്യണം. പോണടാ രാജപ്പ. എടാ അമീനെ, നീ അതേ ഒന്ന് നോക്കരുത്. നീ അവിടെയാണ്. അല്ല സമയമുണ്ട്. നീ എന്തിനാ അങ്ങോട്ട് നോക്കണേ? സമയമുണ്ട്. ലൈനെങ്ങാനും ഉണ്ടോ അവിടെ? വെള്ളം കൊടു. അതെടുത്ത് വെച്ചോട്. അത് റോങ്. അത് വഴി കാമുകിയുടെ മുമ്പിൽ കിടന്ന് ഛർദ്ദിക്കാൻ പോണ്. സൂചി എറിയണല്ല, മതി. ഓടിയാ തുടങ്ങിക്കോ. അവൻ സൂചി എറിയുന്നതിനകത്തേ ഉള്ളു കാര്യം. പതുക്കെ ഇരുന്നാ മതി. വെറുതെ ഇരുന്നാ മതി. ചാടണം.
ആ പൊട്ടി വേടാ നീ ഷൈൻ ചെയ്യാൻ നിക്കല്ലേ. അവിടെ പൊട്ടിച്ചു തുടങ്ങിയേ. അതെന്താ ലക്ഷ്മി ടീമിനോട് മാത്രം പ്രത്യേകിച്ച് ഒരു സൂക്ഷിക്കും. നിക്കരുത് അങ്ങോട്ട് മാത്രം. എടാ, ശരി. എടാ, പറ്റും, നീ നിനക്ക് പറ്റും. ബാസ്റ്റൻ, come on. ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കരുത്. നിനക്ക് പറ്റൂ. ആദ്യം ഇനി- വാടാ. വാ. എറിയടാ, തിരിച്ചു വെച്ചെറിയണം, സൂചിയില്ലാത്ത വാ. നീ അങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്ക്. Come on, അമീർ, come on. പെട്ടെന്ന് അവന് അപ്പൊ അമീൻ ഇവിടെ വന്നിട്ട് ഞാൻ മിണ്ടിയിട്ട് തന്നെയില്ല. ഞാൻ നേരത്തെ പാട്ടൊക്കെ പാടി എന്താ മിണ്ടാത്തേന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം അമീറിനെ ഞാൻ പിന്നെ കാരണം അമീന്റെ ഒരു സാന്നിധ്യമേ നമ്മൾ കാണുന്നില്ല. ഗെയിം വന്നപ്പോഴല്ലേ അമീൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായത്. ബാക്ക് കൊണ്ട് തേങ്ങ പൊട്ടിച്ചിട്ട് റെക്കോർഡ് ഇട്ട ആളെയൊക്കെ എനിക്കറിയാം. ഭയങ്കര ശക്തിയായിട്ട് തേങ്ങ പൊട്ടിക്കുന്ന അങ്ങനത്തെ ഒരു ചേട്ടനെ അറിയാം. അതുപോലത്തെ മത്സരത്തിനൊക്കെ പോയ അമീൻ കലക്ക് കേട്ടോ. അല്ല ഇവനെ കുറിച്ച് PSC ചോദ്യമുണ്ട്. മിണ്ടാതിരുന്ന് ശമ്പളം മേടിക്കുന്ന കലാകാരനാര്? അമീന്റെ ആദ്യത്തെ പ്രപ്പോസൽ എങ്ങനെയായിരുന്നു? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. എത്രാം വയസ്സിൽ ഇങ്ങടല്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് അറിയണ്ട. അമ്മീന്റെ പ്രപ്പോസൽ സ്റ്റൈൽ എങ്ങനെയായിരുന്നു? ലൈക്ക് എത്രാം വയസ്സിൽ എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തത്? ആരാണ്? 3-ാമത്തെ വയസ്സിൽ അംഗൻവാടി ടീച്ചറിന് ലവ് ലെറ്റർ കൊടുത്തിട്ടാണ് പറയാൻ പറ്റുന്നത്. അല്ലല്ല, ഇതിപ്പോ ചോദിച്ച ചോദ്യം എങ്ങനെ റോക്കറ്റ് വിട്ടിട്ടാണോ എങ്ങനെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്നിട്ട് പയറങ്ങ് തന്നപ്പോ അടിയിൽ ലവ് ലെറ്റർ എഴുതാൻ വേണ്ടി നോട്ട്ബുക്ക് വാങ്ങി. എത്രാം ക്ലാസ്സില്? അല്ല, നോട്ട്ബുക്ക് നിനക്ക് കഞ്ഞി വെക്കാനല്ലോ മേടിക്കണേ. ഒരു +1+2 സമയത്ത് നോട്ട് നമ്മുടെ ക്ലാസ്സിൽ ലീവൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒബിയസ്ലി കുറെ പെൻഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ബുക്കൊക്കെ വാങ്ങി നൈസായിട്ട് അതിനകത്തൊരു ഗ്രീറ്റിംഗ് കാർഡും ചെറിയൊരു ലെറ്ററൊക്കെ എഴുതി സെറ്റ് ചെയ്ത് തിരിച്ചു വിട്ട്. പക്ഷെ അതേപോലെ തന്നെ സാധനം അത് എങ്ങോട്ടോ പോയി. അതിന്റെ റെസ്പോൺസ് അത് ഇന്നേ വരെ അതിന്റെ റെസ്പോൺസ് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ആ കുട്ടി ഇതുവരെ അത് ആ കൊച്ചിന് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടിയിട്ടായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അടി കിട്ടിയാനെ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസ് അറിഞ്ഞേനെ. ആസ് യൂഷ്വൽ ബിഹേവ് ചെയ്തല്ലേ? അപ്പൊ അത് കൂട്ടുകാരനോ കൂട്ടുകാരിയോ അടിച്ച് കൂട്ടത്തിലുള്ള ഒരുത്തന്റെ കൂടെ അവൻ പിന്നെ കറങ്ങുന്ന കണ്ട് മിക്കവാറാവാൻ തന്നെ ആയിരിക്കും അതിന് ഉത്തരവാദി. ശരി, ഓക്കെ. അപ്പൊ ഇനി ഉരുളക്കുരുളോ നെക്സ്റ്റ് റൗണ്ട് ഇനി ആര് കളിക്കും? ഈ ടീമിന്ന് ടീമേ ക്ഷീണിച്ചോ? തോറ്റവന്റെ വേദന എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അതുകൊണ്ട് പറയണ്ട, ഞങ്ങൾക്ക് അറിയണ്ട. അല്ല, ഞങ്ങളെ പ്രത്യേകത ഞങ്ങളെ കോമഡി ആക്കിയാണ് കളിച്ചത്. അതെ 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 അതെ. ഞാനും ആലോചിച്ചേ, കാരണം ലക്ഷ്മി ബാക്കി ആരിലും ടീമേ എന്റെ ടീമെ ഒന്ന് ശ്രദ്ധിക്കും. ടീമേ പ്ലീസ് ഒന്ന്. അപ്പൊ അതുകൊണ്ട് ലക്ഷ്മിക്ക് എന്താ ഇങ്ങനെ ടീമിനോട് മാത്രം ഇത്ര പിന്നെ മനസ്സിലായത് ടീമിന് ഓൾറെഡി ബാക്ക് ഒന്നും ഇല്ല. അതുകൊണ്ടല്ല, അതൊന്നുമല്ല. ടീം വീട്ടിൽ ചെന്നാൽ ടീമിനെ നോക്കുന്നത് അമ്മച്ചിയാണ്. ടീം ഇവിടെ വന്നാൽ രശ്മിയാണ് നോക്കുന്നത്. പറയട്ടെ, ടീം കളിച്ചാലും ടീമിന്റെ പകുതി പുറത്താണ്. അപ്പൊ സൂക്ഷിച്ച് കൂടുതലുണ്ട്. അതാണ് കണി തരല്ലേന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്നാലും ഒരു ചേട്ടനോടോ അനുജനോടോ എന്നോലെ ഒരു പ്രത്യേക ഒരു സോഫ്റ്റ് കോർണർ. ആരത്? ചേട്ടൻ സോഫ്റ്റ് കോർണർ ഉണ്ട് അല്ലെ? ഒരു പാവം എന്നൊരു ഈ ടീമിന് എപ്പോഴും ഒരു അമ്മച്ചിയുടെ ഇത് വേണം. അമ്മയാണ് ലക്ഷ്മി, എന്റെ പെങ്ങളാണ് ലക്ഷ്മി, എല്ലാമാണ് ലക്ഷ്മി. എല്ലാം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഈ ലക്ഷ്മി സൂക്ഷിക്കണമെന്ന് പറഞ്ഞല്ലേ, ഒരു ദിവസം ഈ ടീം ഇവിടെ കിടന്ന് ഗെയിം കളിച്ചിട്ട് ഒരു തൂണിൽ ഇടിച്ച് വീണ്. ഇവിടെ ഇടിച്ചത് ഇവിടെ ഇടിച്ച് വീണിട്ട് ഇവ ഇവിടെ എന്നിട്ടേ ഇവന് ശ്വാസം കിട്ടില്ല. ഇവ ഇവിടെ അപ്പൊ എല്ലാരും വിചാരിച്ച കോമഡി കാണിക്കണമെന്ന്. എല്ലാരും കൂടെ ചിരിക്കുന്നു ഇവൻ ഇങ്ങനെ കാണിച്ചപ്പം. വേദനയിലും ചിരിപ്പിക്കുകയാണോ? അതെ, അങ്ങനെ ശ്രമിക്കാറുണ്ട്. ലക്ഷ്മിക്ക് ചെറിയ സോഫ്റ്റ് കോർണറിന്റെ കാര്യം എന്നാ അറിയോ? അതെന്നാ അറിയോ? ഈ റേറ്റ് പറഞ്ഞ ഉദ്ഘാടനമൊക്കെ പുള്ളിക്കാ തട്ടി കൊടുക്കണേ. നമ്മളെല്ലാവരെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻ ചെയ്തിട്ടുള്ള ആളാണ്. ഞങ്ങൾ ഇപ്പൊ പറഞ്ഞു തരുത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ഒരുപാട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ 7-8 വർഷമായിട്ട് ഇതാണ് ഇനാഗ്രേഷൻ തന്നെ. ചെറിയ ചെറിയ ഷോപ്പുകൾ. അങ്ങനെ കേരളം എന്ന ഈ സംസ്ഥാനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തുറന്നു വന്നൊക്കെ അടച്ചടച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് അത് വലിയ ഭാഗ്യം. വലിയ കാര്യം തന്നെ. ഓരോരുത്തർക്കും അവനവൻ ചെയ്യുന്ന വലിയ കാര്യം. കൊടുക്കും മക്കളെ കൈയടി. നമ്മുടെ കാര്യമല്ല. അല്ല ഇവനെ ബാസ്റ്റൻ എവിടെ റിബൺ കണ്ടാലും കട്ട് ചെയ്യും. ഈ മെട്രോയുടെ പണിയുടെ അവർ വലിച്ചു കിട്ടിയില്ല, അത് മൊത്തം കട്ടി.
റിമി, ഈ സിംഗേഴ്സിന്റെ ഗ്രൂപ്പിൽ ഇവന്റെ ഫോട്ടോ വരുമോ ഇടയ്ക്കിടയ്ക്ക്? ഇവനെ സൂക്ഷിക്കുക. ശരി, ഓക്കെ. ഉരുളോ ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ലാസ്റ്റ് റൗണ്ടിൽ ആരൊക്കെയാണ് ഗെയിം കളിക്കാൻ വരണേ? ഞങ്ങളുടെ മൃദുല. നിങ്ങളുടെ മൃദുലയോ? അവളാകുമ്പോ തോപ്പിച്ചോളും. ഇപ്പോഴത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1-1 ആണ്. ഈ ടീം ജയിക്കുന്നുള്ളവരൊന്ന് കൈബന്ധിക്കൂ പ്ലീസ്. ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ്. അത്രേ ഉള്ളൂ. ഈ ടീം എന്ന് പറയുന്നത് വാവാ ടീം. ശരി, ഉരുളോന്റെ ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോവാൻ പോവാണ്. ഇപ്പൊ ഈക്വൽ പോയിന്റ്സിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിൽ ഇപ്പൊ അറിയാൻ പറ്റും ഏത് ടീമാ ജയിക്കുക. വേറെ കേസുണ്ട്. അപ്പുറത്തെ ഒരു രഹസ്യ സംഭാഷണം ഞാൻ കേട്ടു. എന്താ? ഈ ബിനീഷ് ബാസ്റ്റൻ പറയാണേ, ഈ ഗെയിമില് നമ്മൾ ജയിച്ചാൽ, അതായത് അവര് ജയിച്ചാൽ 2 ഫുള്ളും അൽഫാമും ഒരു കവർ മുറുക്കും അണ്ണന്റെ ഇന്ന് മേടിച്ചു തരാന്ന്. 2 ഫുള്ള് എന്ന് പറഞ്ഞാൽ 2 ഫുള്ള് പെപ്സി. ഈ ടീമാണ് ജയിക്കാന്നുണ്ടെങ്കിൽ ഈ ടീമിലെ ഇത്ര പേരെ കൊണ്ട് ഏത് രാത്രി പാതിരയാണെങ്കിൽ പോലും ടീമിന്റെ ട്രീറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ATM കാർഡ് എടുത്തു കൊടുക്കുന്നു പറഞ്ഞു. ശരി, അപ്പൊ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ആ ടീമിന് ആദരിക്കും പറയണ്ടോ? ഇനി നമ്മുടെ ടീം ജയിച്ചാൽ നമ്മൾ മേടിച്ചു വെച്ചാൽ ഫുള്ള് ഇവർക്ക് കൊടുക്കേണ്ടി വരുമോ? അൽഫാം ഇതൊന്നുമല്ല, ജമ്പുലിന്റെ ട്യൂബ് തിന്നും. ആട്ടുകല്ല് നെഞ്ചിന് വെച്ച് കിടക്കും. മണ്ണിൽ കുഴിച്ചിട്ട 3 ദിവസം കിടക്കും. മലയിൽ വെച്ച് കടിഞ്ഞാളപ്പിക്കും. അങ്ങനെ മണ്ണെണ്ണ വീണാണ് മുടി അത്ര തഴച്ചു വളഞ്ഞേക്കണേ. അളിയ ഹാലജം ബൾബ് വെള്ളം പോലും ഇല്ലാത്ത കടിച്ചില്ല. പക്ഷെ ഫയർ ഡാൻസ് പറ്റില്ല, പിള്ളേർ മുടി കത്തിപ്പോവും. അപ്പോഴേ കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. ജംബു കമാൻ. ജംബു കേറ് ജംബു. പോട്ടെ അവിടെ തീർന്നവിടെ. അവിടെ അയ്യോ ഈശ്വരാ. പോട്ടെ ഒന്ന് പുറകോട്ട് എടുക്കുക. അങ്ങോട്ടടാ. തള്ളാൻ പാടാ. തള്ളില്ല. ക്യാമറ 13 കറക്റ്റ്. തിരിച്ചോ. അങ്ങനെ തിരിച്ചു ഓടിക്കാൻ പറ്റില്ല. അപ്പുറത്തൊക്കെ കടിച്ചെങ്കിലും മതിയടി മോളെ തൊട്ടിയത് പതുക്കെ ഇരിക്കട്ടോ. അടിപൊളി. അത് തന്നെ കൊച്ചു പോക്കോ. ഒന്നും പേടിക്കണ്ട. ബലൂൺ പൊട്ടിയിട്ട് ചീള് കയറുവാണ്. ഞാൻ നടത്തിക്കോളാം ഹോസ്പിറ്റൽ കേസ്. അത് തന്നെ കളരി കാലങ്ങനെ. അത് തന്നെ പതുക്കെ ഇരുന്നാ മതി. ഇത് മുറുക്കല്ല, ഇങ്ങനെ പൊട്ടിക്കാൻ. ഇത് മുറുക്കല്ല. ഇത് മോനെ കാല് ഫൗൾ. വേഗം പെട്ടെന്ന്. മോളറിഞ്ഞോ? നമ്മളെ കൈവയ്ക്ക് 4 റണ്ണിടാ. നിങ്ങൾ അങ്ങനെ ഞെളിയരുത്. എന്താ കാര്യം അറിയോ? ഞങ്ങൾ തമ്മിൽ തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ ബിനീഷ് ബാസിന് ആദ്യമായിട്ടൊരു ചെലവ് ചെയ്യണല്ലോ, അവന്റെ കാശ് പോട്ടെ എന്ന് പറഞ്ഞ് തോറ്റതാണ്. പക്ഷെ മത്സരം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഒരു പക്ഷേ സംസ്ഥാന കലോത്സവത്തിലെ ഞാൻ ലാസ്റ്റ് ആ ഒരു ബലൂണിൽ നിന്നപ്പം നമ്മുടെയൊക്കെ പിള്ളേരൊക്കെ പ്രാർത്ഥിക്കണേ ഏതാണ്ട് അള്ളാ പഠിച്ചോനേ കാത്തോളണേ. ഞങ്ങൾ ഈ ചാട്ടാടി കൊള്ളുമല്ലോ. പക്ഷേ ഈ ബിനിച്ചേട്ടന് ഒരു പ്രശ്നമില്ല. പുതിയതായിട്ട് തുടങ്ങിയാന്ന് ആരും വിശ്വസിക്കില്ല. റീറ്റെയിലിക്കാസ് എങ്ങനെയാന്ന് വിചാരിക്കുള്ളൂ. എന്നും അറിയുള്ളൂ അല്ലേ? ശരി, ഓഡിയൻസിൽ നിന്ന് 2 പേര് വരൂ.
രണ്ട് ടീമിനെയും റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വേണം. നിലമ്പൂർന്ന് വന്നിട്ടുള്ള ഇവരാണ് രണ്ട് ടീമിനെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇനി ക്ലൈമാക്സിലേക്ക് പോവാൻ പോണേ. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കണമെന്നുണ്ടോ? അത് വേണം. Yes. അങ്ങനെയാണെങ്കിൽ തുടങ്ങല്ലേ. അപ്പോ ഗേൾസ് ടീമിലേക്ക് നമ്മുടെ ബാനുക്കുട്ടി ഇപ്പുറത്തേക്ക് ആക്കാൻ പോവാണ്. ഇദ്ദേഹം ജസ്റ്റ് മോണിറ്റർ ചെയ്യാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോ ഈ ടീമിലെ ബാനു ആൻഡ് ഈ ടീമിലെ മോളുടെ പേര് ദിയ, റൈറ്റ്? ഓക്കെ. അപ്പോ നിലമ്പൂർക്കാർക്ക് അഭിമാനമായിട്ട് ദാ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നിങ്ങളുടെ ഫ്രണ്ട്സ് കളിക്കാൻ പോവാണ്. ഓഡിയൻസിൽ നിന്നും 2 പേര്, മൊത്തം 3 പേരുണ്ട്. അപ്പോൾ ആൺകുട്ടി പറഞ്ഞു ഞാനൊരു തുണയായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാം, ഗേൾസ് കളിക്കട്ടെ എന്നാണ് സാറാണ് അവരുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം. സോ സ്റ്റുഡൻസിന് വേണ്ടി സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് അദ്ദേഹം ഉണ്ട്. സോ രമി ചേച്ചി എന്താ പറയാനുള്ളേ? നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അവരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക. ഇവർ നിലമ്പൂരിൽ നിന്നൊക്കെ ഇത്ര ദൂരത്തുനിന്ന് വന്നേക്കുന്ന സാധാരണ ഏത് പരിപാടിയിലും വന്ന് കൈയടിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ക്യാമറയിലൊക്കെ കണ്ടു. ഇത് അതല്ല, അവരെ കൊണ്ടുവന്ന് ഫ്ലോറിൽ കൊണ്ടുവന്ന് അവരെ മത്സരിപ്പിച്ച് അതൊക്കെ അവരെ സംബന്ധിച്ച് അവർക്ക് ലൈഫ് ലോങ് ഓർമ്മിക്കുന്ന നല്ലൊരു മെമ്മറബിൾ മൊമെന്റ്സ് ആണ്. നമുക്കതിന്റെ വില അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ചേച്ചി പറഞ്ഞത് 100% കറക്റ്റ് ആണ്. കാരണം യൂട്യൂബിൽ ഓരോ കമന്റ്സ് ആയിട്ടൊക്കെ നമ്മൾ റെഗുലർലി കാണുന്നതാണ്. ആദ്യം ചിലർ ഈ ഷോയിൽ ഒന്ന് വരണം എന്നുണ്ട്, വന്നു കഴിഞ്ഞ് ഒന്ന് സ്റ്റേജിൽ കയറിക്കോട്ടെ എന്ന് ചോദിക്കുന്നവർക്ക്, അത്രയും പറയുന്നവർക്ക് ഇതാ ഞങ്ങളുടെ കൂടെ ഗെയിം കളിച്ചോളൂ എന്നാണ് സ്റ്റാർ മാജിക്കിന്റെ വാതിൽ തുറന്നിട്ടുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു എന്താ പറയാ നദർ മൈൽ സ്റ്റോൺ എന്ന് വേണം പറയാൻ കേട്ടോ. എന്തായാലും ബിനുചേട്ടന് ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമായ സ്ഥിതിക്ക് ചേട്ടാ ആ ചമ്മല് മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു പാട്ട് ചേട്ടാ. മാനേ പാടരുത്, അവിടെ ഒരു സിംഹം ഇരിപ്പുണ്ട് ചിലപ്പം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സാധനം പാടി കൊടുക്കാൻ വേണ്ടി അടിത്തടകൾ പഠിച്ചവനല്ല വീരനുമല്ല. സ്വപ്നവുമാ വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ കണിമഞ്ഞു മൂടുമീ ഏകരംഗ സന്ധ്യയിൽ അരികേവാ മധുചന്ദ്രബിംബമേ അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ. അടിപൊളി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നെ ഇങ്ങനെ പാട്ടിലൂടെ ഇങ്ങനെ ഇതാക്കാൻ വശീകരിക്കാൻ? അത് വന്നപ്പോഴേ പറഞ്ഞല്ലോ, ഉള്ളില് പ്രണയം കെട്ടിക്കിടക്കുന്നു. കെട്ടിക്കിടക്കം ഞാൻ ചിലപ്പോ പൊട്ടിച്ചും വിടും. കാറ്റിൻ ചെപ്പുകിലുങ്ങി ദളമന്മരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ പനിനീർക്കിനാക്കളിൽ പ്രണയാങ്കുരം ഇതു നമ്മൾ തേടും സുഗന്ധഗീതം അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ കണിമഞ്ഞു മൂടുമീ നഗരംഗ സന്ധ്യയിൽ അരികേവാ
മധുചന്ദ്രബിംബമേ ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളോട്? ഓമനേ നീയൊരോമൽ ഭാവ ഗീതമോ കാതരേ നീയുരൻ കിനാവിൻ കാവ്യമോ സ്നേഹരാഗലോലമോ നീലാവിൻ സാന്ദ്രമോ മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ ഓമനേ നീയൊരോമൽ പാവ ഗീതമോ കാതരേ നീയൊരൻ കിനാവിൻ കാവ്യമോ അടിപൊളി, സൂപ്പർ സൂപ്പർ. അടിപൊളി. അതാണ് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോർ. അതിന്റെ ഒരു പവർ. അതെ, അതൊക്കെ ഒരു കൂട്ടായ്മയുടെ കേട്ടോ. അതൊക്കെ ഓരോ കൂട്ടായ്മ. നൈസ് നൈസ്. നമ്മളല്ലേ പറഞ്ഞത്. താങ്ക് യു. ഓക്കെ, അടിപൊളി താങ്ക് യു കേട്ടാ. ഈ കഴിഞ്ഞിട്ട് നിന്നിട്ട് വേണം ഇനി അടി കൊണ്ട് ചുരുളാൻ. ഓഡിയൻസ് ഓൺ, നിങ്ങൾ രണ്ടുപേരും വിചാരിക്കണു സാറും റെഡിയാന്ന് വിചാരിക്കണം അവരെ ചെയ്യാൻ. റെഡി? സോ കൗണ്ട് ഡൗൺ പ്ലീസ് ഫോർ ഉർലോ കുർലോ. 3, 2, 1. വെരി ഗുഡ്. വെരി നൈസ്, സൂപ്പർ. എടാ ഈ കൊച്ചിന് ആകെ 6 കിലോ ഉള്ളടാ. പതുക്കെ ഇരുന്നാ മതി. മാറ്റി വെച്ചു കൊടുത്താൽ ഇരുന്നാ മതി. ഒരു കാലേ തനിയാണ് ഓരോ നിന്നാ കാലൊക്കെ നീട്ടി വെച്ചേ. ഒരു കാല് നീട്ടി വെച്ചേ. ഒരു കാല് നീട്ടി ഇതിപ്പോ തേങ്ങാ ചമ്മന്തി അരക്കുന്ന നടക്കുമല്ലോ ഇവിടെ. കാല് നീട്ടി വെച്ചോ. ഒരു കാല് നീട്ടി വെച്ചോ. വെച്ചാ എവിടെ പോയി? ആ, ഒരു കാല്. ആ ആ ആതിര. ആ മോളെ എണീറ്റോ ഓടിക്കോ. സർവശക്തി കൊടുത്തിട്ട് പൊയ്ക്കോ, ഞങ്ങൾ പൊട്ടിച്ചോളാം. വെരി നൈസ്. പറ്റും. ഇരുന്നോ? ആ, കേറി. നോക്കി തലക്ക് പറഞ്ഞ കൊച്ചാണ്. കേറി വിട്ടു. വെള്ളക്കറിയാ. ഓ നാസിമ ബാനു. മോളെ എറിഞ്ഞോ. പറ്റും നോക്കി. അടുത്തോട്ട് നാസിമ ലൈനിൽ നിൽക്കണേ മോളെ. ലൈൻ ബാക്ക്. ഇനി ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ഞങ്ങൾ ടീമിലെ മാറ്റിയിട്ട് കൊച്ചിനെടുക്കാൻ പോണു. രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. കാരണം രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള സ്റ്റൈലാണ് കേട്ടോ. എടുത്തു പറയണം, മോള് ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു. ആൻഡ് നമ്മളെ ആമയും മൊയിലും പന്തയും വെക്കണ പോലെ ശരിക്കും മോളുടെ ആ ഒരു വരവ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഇപ്പൊ കൊണ്ടുപോകുന്ന വിചാരിച്ചു. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡിഫറൻസ്. നോ പ്രോബ്ലം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ദിയ. സൂപ്പർ. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ സ്റ്റാർ മാജിക് ഉത്സവ് നമ്മളിതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു അമിട്ട് പൊട്ടിച്ചിട്ട് അത് നിങ്ങൾ എല്ലാരും ഒരുമിച്ച് ശബ്ദം ഉണ്ടാക്കണം. വെപ്പ് വല്ല തെറിക്കാത്ത സൗണ്ട് കേൾപ്പിക്കണം കേട്ടാ. അമിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു പാട്ടും കൂടെ ആവോ? രമി ചേച്ചി ഇന്ന് ജോയിൻ ചെയ്യാമോ? ശരി, തീർച്ചയായിട്ടും. ഇത്
അല്ല അമിട്ടപ്പൊട്ടനെ ആണോ? ഞാൻ എന്തോ സ്പീക്കർ എന്തോ അടിച്ചു പോയെന്ന് വിചാരിച്ചു. ഇന്നത്തെ സ്റ്റാർ മാജിക് ഉത്സവ് ഞങ്ങൾ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോ പേര് പോലെ തന്നെ അമിട്ട് പൊട്ടിച്ചിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പിന്നാലെ വേറൊരു അമിട്ടും ഒരു ചിമിട്ടും കൂടെ വരുന്നതായിരിക്കും ഒരു പാട്ടിലൂടെ. യെസ്, റെഡി? 1 2 3. എല്ലാം ചീറ്റിപ്പോ. മതി മതി മതി. ഇവര് ഇത്രയും ചെയ്ത് ഞാനൊരു കമ്പിത്തിരിയെങ്കിലും. പപ്പടം കാശു ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർ മാജിക് ഉത്സവ് കലാശക്കോട്ടിലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ചിരിച്ചോ? എൻജോയ് ചെയ്തോ? ചിരിച്ച് ഞാനിപ്പോ കണ്ടില്ലേ ഇങ്ങനെ എന്തോ കിറങ്ങി പോലെ നിക്കുക. അത്രമാത്രം ചിരിച്ചു. വിചാരിക്കരുത്, വന്ന ആളെയല്ല തിരിച്ചു പോകുമ്പോ ഇത്തിരി മേക്കപ്പ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം ചിരിച്ച് ഞാനൊരു വഴിയായി. So we, the Star Magic Ulsav team saying bye-bye. Bye-bye.